ഒരു വൈദ്യനായ നായകന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുവാണ്. അങ്ങനെ അവളുമായിട്ട് നായകൻ പെട്ടെന്ന് തന്നെ പ്രണയത്തിലാവുന്നു. അങ്ങനെ നായകൻ അവളോടൊപ്പം ഹാപ്പിയായിട്ട് കഴിഞ്ഞു വരുന്നതൊന്നും അതേസമയം തന്നെ അവിടേക്ക് സ്ഥലം മാറി വരുന്ന ഒരു പോലീസുകാരൻ ഒട്ടും ഇഷ്ടാവുന്നില്ല. ഇതിന് പുറകിൽ വലിയൊരു കാരണം ഉണ്ടായിരുന്നു. അതെന്താണെന്നല്ലേ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ എല്ലാ മച്ചന്മാരെയും ഞാൻ സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 പുറത്തിറങ്ങിയ രസവാദി എന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു എസ്ഐനെ കാണിക്കുവാണ്. ഇയാളാണ് ഈ മൂവിയിലെ വില്ലൻ. ഇയാളിപ്പം മൊത്തത്തിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്. ഇയാൾ എന്തോ ഒരു വലിയ ക്രൈം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം അയാളുടെ സീനിയർ ഓഫീസർ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇപ്പൊ ആ സീനിയർ ഓഫീസർ ഇയാളെ വിളിച്ചിട്ട് ഒരു പോലീസുകാരനായിരുന്നിട്ടോ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ നീ ചെയ്തു, അതെല്ലാം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ റിപ്പോർട്ടെല്ലാം എത്രയും വേഗം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്യും. അങ്ങനെ സീനിയർ ഓഫീസർ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഇത് കേട്ട എസ്ഐ, അതായത് നമ്മുടെ വില്ലൻ പറയുവാണ്, സാർ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് എന്റെ കരിയർ തന്നെ നഷ്ടമാവും. ഒരു കാരണവശാലും എടുത്ത തീരുമാനം ഞാൻ മാറ്റില്ല. കരിയർ നഷ്ടമാവും എന്നുള്ള കാര്യങ്ങളെല്ലാം നീ ക്രൈം ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. എന്തായാലും രാവിലെ ഞാൻ റിപ്പോർട്ട് കൊടുക്കും. അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് രാവിലെ തന്നെ എത്താൻ പറഞ്ഞ് സീനിയർ ഓഫീസർ ഇപ്പൊ കോളും കട്ട് ചെയ്യുന്നു. ഈ സമയം നമ്മുടെ വില്ലനാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നും വിചാരിച്ച ആകെ ഭ്രാന്ത് പിടിക്കുവാണ്. കുറച്ചേരം കഴിഞ്ഞ് അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ ഇയാളെ വിളിച്ചറിയിച്ച അയാളുടെ സീനിയർ ഓഫീസറിലെ അയാളെ കാണുവാണ്. രാത്രി സമയമായിട്ട് പോലീസ് സ്റ്റേഷനിലെ ബാക്കി പോലീസുകാരെല്ലാം പെട്രോളിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഈ സീനിയർ ഓഫീസറും ഇയാൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നു കയറി ഇയാളെ കണ്ടപ്പോ തന്നെ നമ്മുടെ വില്ലൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്, സാറേ ദേവി ഇത് ആ കാര്യങ്ങളൊന്നും പുറത്തു വിടരുത്, എന്നെ കുഴപ്പത്തിലാക്കരുതെന്നൊക്കെ. എടോ ഞാൻ പറഞ്ഞില്ലേ, എടുത്ത തീരുമാനം ഞാൻ മാറ്റില്ല. ഇത് കേട്ട വില്ലനാണെങ്കിൽ ഈ സമയം വീണ്ടും ക്രിമിനൽ ആവാൻ തീരുമാനിക്കുന്നു. എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഈ സീനിയർ ഓഫീസറിന് മാത്രമാണ്. ഇപ്പൊ സ്റ്റേഷനിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച് ഇയാളെ തീർത്ത വില്ലന്റെ പേരിലുള്ള ആ കേസ് പുറം ലോകം അറിയാതെ ആ ഒരു രീതിക്ക് ഒതുങ്ങിപ്പോക്കോളും. അങ്ങനെ ഇപ്പൊ ഈ ഒരു കാര്യം ചിന്തിച്ച് അതിനനുസരിച്ച് അയാൾ പ്രവർത്തിക്കുവാണ്. ആ പോലീസുകാരന്റെ കണ്ണെടുത്ത് അയാളെ തന്നെ വില്ലൻ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതായത് SI സീനിയർ ഓഫീസറെ കൊന്നു കളഞ്ഞു. ശേഷം അയാൾ ഗണ്ണ് നിറയ്ക്കുന്ന സമയത്ത് അറിയാതെ ഗണ്ണ് ഫയറായി അങ്ങനെ അയാൾ മരിച്ചു പോയതാന്നുള്ള രീതിയിൽ ആ കേസ് ഒതുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനിയർ ഓഫീസറിന്റെ മരണത്തോടെ ഈ വില്ലനെതിരെ സീനിയർ ഓഫീസർ കണ്ടുപിടിച്ച ആ കേസിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. അടുത്ത സീനിൽ പഴനിയിലെ ഒരു ചെറിയ ഗ്രാമം കാണിക്കുന്നു. ഇതാണ് നമ്മുടെ നായകന്റെ ഗ്രാമം. ഈ കാണിക്കുന്നതാണ് നമ്മുടെ നായകൻ. നായകന് പ്രോപ്പർ ആയിട്ട് നടക്കാൻ കഴിയില്ല. നായകന്റെ ഒരു കാലിന് ചെറിയൊരു ചട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് വഴിയെ നോക്കാം. ആക്ച്വലി നമ്മുടെ നായകൻ ഒരു സിദ്ധവൈദ്യനായിരുന്നു. ഒരു നോർമൽ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവായിരുന്നു നായകൻ. അങ്ങനെ ആ സീനിയുടെ കട്ടയ അടുത്ത സീനില് സൂര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിനെ കാണിക്കുന്നു. ഇവളവിടെയുള്ള ഒരു റിസോർട്ടില് മാനേജർ പോസ്റ്റിലേക്ക് ജോലിക്ക് വന്നതായിരുന്നു. ആ റിസോർട്ടിന്റെ മുതലാളി നായകനുമായിട്ട് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അടുത്ത ദിവസം നായകൻ എന്തോ ആവശ്യത്തിന് അവിടേക്ക് വരുന്ന സമയം പുതിയതായിട്ട് വന്ന നായികനെ, അതായത് മാനേജറെ നായകൻ പരിചയപ്പെടുന്നു. അങ്ങനെ ഇപ്പൊ ആദ്യമായിട്ട് അവിടെ വെച്ച് പരിചയപ്പെടുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ ഒരു കണക്ഷൻ ഫോം ആവുകയാണ്. അടുത്ത സീനിലെ മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാണിച്ച ആ വില്ലനായ എസ്ഐനെ കാണിക്കുന്നു. അയാൾക്ക് ഇപ്പൊ സ്ഥലം മാറ്റം കിട്ടി. നായകന്റെ ഗ്രാമത്തിലേക്ക് അയാൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ ആ ഗ്രാമത്തിലെത്തി അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസമാക്കുന്നു. അതിൽ അവിടുത്തെ സ്റ്റേഷനിൽ പോയി ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു ദിവസം നമ്മുടെ നായികയാണെങ്കിൽ റിസോർട്ടിന്റെ മുതലാളിയോട് എനിക്ക് തീരെ സുഖമില്ല, ഞാൻ മരുന്ന് വാങ്ങി വരട്ടെ എന്നും പറഞ്ഞ് ഒരു ദിവസം ലീവ് എടുക്കുന്നു. സുഖമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ അടുത്തൊരു സിദ്ധവൈദ്യനുണ്ട്. അന്ന് വന്നില്ലായിരുന്നു ആ പയ്യൻ തന്നെ. ഇന്ന സ്ഥലത്താണ് അവന്റെ വീട്, അവിടെ പോയി അവനെ കണ്ടാൽ മതി, അവൻ മരുന്ന് പറഞ്ഞു തരുമെന്ന് റിസോർട്ടിന്റെ മുതലാളി അവളോട് പറയുന്നു. ശരിക്കും സൂര്യന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. നായകനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അവൾക്ക് അവനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്തു. ഇപ്പൊ അവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് അവൾക്ക്. അതുകൊണ്ടാണ് സുഖമില്ല എന്ന് പറഞ്ഞ് ഇവിടെ ലീവ് എടുത്തത്. സുഖമില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ വൈദ്യന്റെ അടുത്തേക്ക് പോക്കോളാൻ റിസോർട്ടിന്റെ മുതലാളി അവളോട് പറയുന്ന അവൾക്ക് അറിയായിരുന്നു. അങ്ങനെ ഇപ്പൊ എന്തായാലും അവൾ വിചാരിച്ചാൽ എന്നെ കാര്യം നടന്നു. അങ്ങനെ ഇപ്പൊ അയാൾ അഡ്രസ് എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് അടുത്ത സീനിലെ നായകൻ നേരെ അങ്ങോട്ട് എത്തുന്നു. അങ്ങനെ നമ്മുടെ നായകനെ കാണുവാണ്. അങ്ങനെ അവള് വന്നത് കണ്ടിട്ട് കരുവ ഒരു ചായ പിടിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് നായകനകത്തേക്ക് വിളിക്കുന്നു. അവൾക്ക് നായകനെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. എന്തായാലും ഇപ്പൊ കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ചായ ഒന്നും വേണ്ട, അത് പിന്നെ ആവാന്നും പറഞ്ഞ് അവളിപ്പോ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ SI വന്ന് ജോയിൻ ചെയ്ത് ആ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. വന്ന് കയറിയുള്ളെങ്കിലും അവിടെയുള്ള പോലീസുകാരോടല്ല വില്ലനാണെങ്കിൽ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അവിടെ കുറെ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ഓഫീസറോട് വരെ അയാൾ പെരുമാറുന്നത് കണ്ട ആകെ കഷ്ടം തോന്നിപ്പോവും. ഫോർ എക്സാമ്പിൾ അവരെ കൊണ്ട് തന്റെ ഷൂവിന്റെ ലേസ് കെട്ടിപ്പിക്കുന്നു, കുടിക്കാൻ ചായ വാങ്ങിപ്പിക്കുന്നു. അങ്ങനെ അവര് റിട്ടയർഡ് ആവാനായതാണെന്ന് പോലും നോക്കാതെ ഇതുപോലുള്ള പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ സ്റ്റേഷനിലുള്ള ബാക്കി പോലീസുകാർക്ക് വില്ലനോട് ഒരു വെറുപ്പായി മാറുന്നു. അങ്ങനെ ആ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ വില്ലൻ പണ്ട് വർക്ക് ചെയ്ത ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അയാളെ പറ്റി ഒന്ന് അന്വേഷിക്കുകയാണ്. എന്നിട്ട് അയാൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള പോലീസുകാരോട് അയാൾ ഷെയർ ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട ക്യാരക്ടറാണെന്നാണ് ഇയാളെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയാൻ കഴിഞ്ഞത്. ഇയാളുടെ ഭാര്യ കുറച്ചാൾ മുമ്പ് സൂയിസൈഡ് ചെയ്തായിരുന്നു. അതിൽ ഇയാൾക്ക് എന്തൊക്കെയോ പങ്കുണ്ടെന്ന് ഇയാളെ സീനിയർ കണ്ടുപിടിക്കുകയുണ്ടായി. എന്നത് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അയാളെ സീനിയർ ഓഫീസർ കൊല്ലപ്പെട്ടു. അങ്ങനെ ആ കേസ് ക്ലോസ് ആയതിനു ശേഷമാണ് അങ്ങനെ സ്ഥലം മാറി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അടുത്ത സീനിൽ ആ നാട്ടിലെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നു. അവരിപ്പോ നാട്ടിലെ സിദ്ധവൈദ്യനായ നായകനെ അവിടേക്ക് വിളിപ്പിക്കുകയാണ്. സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ സിദ്ധവൈദ്യനായ നായകൻ മാറ്റി കൊടുക്കുമായിരുന്നു. 4-5 കൊല്ലം കോളേജിൽ പോയി പഠിച്ച് ഞങ്ങൾക്ക് പോലും തീർച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നാട്ടുവൈദ്യത്തിലൂടെ താൻ എങ്ങനെ മാറ്റി കൊടുക്കുന്നു എന്ന് ഈ സൈക്കോളജിസ്റ്റ് ഇപ്പൊ നായകനോട് ചോദിക്കുവാണ്. നമ്മൾ മനസ്സിൽ വിചാരിച്ച ചെയ്യണം ആഗ്രഹിച്ചാൽ നടക്കാത്തായിട്ടൊന്നുമില്ല. ഇങ്ങനെല്ലാം പറഞ്ഞ് അതിനെപ്പറ്റി സംസാരിച്ച് നായകൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയം തന്നെ ആ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വന്ന നമ്മുടെ വില്ലനില്ലേ നായകന്റെ മേത്തൊന്ന് കൂട്ടിമുട്ടുന്നു. സോറി എന്ന് പറഞ്ഞ് നായകൻ ഇത് നോർമലാക്കി വിട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിലും വില്ലനാണെങ്കിൽ നായകൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇവൻ എനിക്ക് നല്ല
പരിചയമുണ്ടല്ലോ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് അത് വിട്ട് നേരെ അകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് ആ ഡോക്ടറോട് എന്നെ ഒന്ന് കൗൺസിലിംഗ് ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങനെ ഡോക്ടറിങ് കൗൺസിലിംഗ് തുടങ്ങുന്ന സമയം അവരുടെ കണ്ണിലേക്ക് നോക്കി ആ SI പറയുവാണ്, നിങ്ങളുടെ കണ്ണുകൾ കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മേനെ ഓർമ്മ വരുന്നു. എന്റെ അമ്മേന്റെതും ഇതുപോലുള്ള ഭംഗിയുള്ള കണ്ണുകളായിരുന്നു. ഇത് കേട്ട ഡോക്ടർ വളരെ ആകാംക്ഷയോട് കൂടി എന്നിട്ട് ഇപ്പൊ അമ്മ എന്ത് ചെയ്യും ചോദിക്കുവാണ്. ഇത് കേട്ടതും SI ആണെങ്കിൽ ആകെ ഡാസ്പ് ആവുന്നു. അങ്ങനെ അയാളൊന്നും മിണ്ടാതിരിക്കുമ്പോൾ അയാളുടെ അമ്മയ്ക്ക് എന്തോ ഒരു വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇതാ ഡോക്ടർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഡോക്ടർ ശരി അത് വിടും, നമുക്ക് കൗൺസിലിംഗ് റീസ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ കൗൺസിലിംഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുന്നു. ഇപ്പൊ നായകനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് നായിക വർക്ക് ചെയ്യുന്ന റിസോർട്ടിലേക്ക് നമ്മുടെ നായകൻ എത്തുവാണ്. അങ്ങനെ അവിടെ എത്തിയ നായകൻ ഒരു ജ്യൂസ് ഓർഡർ ചെയ്യുന്ന സമയം അവിടേക്ക് നമ്മുടെ നായിക വരുന്നു. അപ്പൊ നായികയോട് നായകൻ ഓപ്പൺ ആയിട്ട് പറയുവാണ്, എനിക്ക് നിന്നെ ഒന്ന് കാണണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. ഇത് കേട്ടതും നായകന്റെ മുഖത്തൊരു നാണം വരുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ പ്രണയിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ സാഹചര്യങ്ങളിലൂടെ അവർ പരസ്പരം അടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നായകനെ കണ്ടതിന് ശേഷം നായകനാണെങ്കിൽ അവിടുന്ന് പോകുന്നു. അവിടുന്ന് കുറച്ചേരം കഴിഞ്ഞ് ആ SIR റിസോർട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് ഇപ്പൊ എന്തൊരു ഭക്ഷണം ഓർഡർ ചെയ്യുവാണ്. എന്നാൽ അയാൾ ഓർഡർ ചെയ്ത ഭക്ഷണം അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ വെയിറ്റർ ആ ഭക്ഷണം ഇല്ല എന്ന് പറയുന്ന സമയം എനിക്ക് മര്യാദയ്ക്ക് ആ ഭക്ഷണം കിട്ടണമെന്നും പറഞ്ഞ് അയാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ഇപ്പൊ വെയിറ്റർ വന്ന് നായകനോട് ഈ കാര്യം പറയുവാണ്. ഇവിടേക്ക് പുതുതായിട്ട് സ്ഥലം മാറി എത്തിയ SI ആണ് അയാൾ. പിന്നെ ഭക്ഷണം വേണമെന്നും പറഞ്ഞ് അയാൾ പ്രശ്നം ഉണ്ടാക്കുവാണ്. ഇത് കേട്ട നായിക പെട്ടെന്ന് തന്നെ ഓണറോട് പോയി കാര്യം പറയുന്നു. അങ്ങനെ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് ആ സാഹചര്യം ഡീൽ ചെയ്യുവാണ്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായിക ആ ഗ്രാമത്തിലുള്ള ഒരു ലേക്കിന്റെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം ബൈക്കിൽ അവിടേക്ക് നമ്മുടെ നായകൻ എത്തുന്നു. അങ്ങനെ നായകൻ അവളുടെ അടുത്ത് വന്നിരിക്കുവാണ്. എന്നിട്ട് നായകൻ എന്തോ വലിയ ആലോചനയിലാണല്ലോ, എന്തായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ നായിക അവളുടെ പാസ്റ്റിൽ നടന്ന ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യം നായകനോട് ഷെയർ ചെയ്യാൻ തുടങ്ങുവാണ്. സൂര്യക്ക് അവളുടെ അച്ഛനും അമ്മേനെയും ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം അവളെ നോക്കി വളർത്തിയതല്ല അവളുടെ മുത്തശ്ശിയായിരുന്നു. കോളേജെല്ലാം കഴിഞ്ഞ് സിറ്റിയിൽ അവളൊരു ജോലിക്ക് കയറി. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് അവൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെയും കിട്ടി. അവര് വളരെ നല്ലവരായിരുന്നു എന്നാണ് അവൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അവരുടെ കൂടെ ഇവളൊരു പാർട്ടിക്ക് പോയി. ആ പാർട്ടിക്കിടയിൽ വെച്ച് അവരെല്ലാരും കൂടി ഇവൾക്ക് എന്തൊക്കെ ഡ്രഗ്സ് എല്ലാം കൊടുക്കുന്നു. അങ്ങനെ അവളെ മയക്കി അവളോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങുവാണ്. എന്നാൽ ഭാഗ്യം കൊണ്ട് നമ്മുടെ നായിക എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ അന്നത്തെ ആ ഒരു വലിയ സംഭവത്തിന് ശേഷമാണ് നമ്മുടെ നായിക സിറ്റിയെല്ലാം ഉപേക്ഷിച്ച് വളരെ ശാന്തമായിട്ടുള്ള ഈ ഗ്രാമത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നായിക പറയുന്ന സമയം അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതൊക്കെ വിട്ടുകളാ. ഇനി എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഞാനുണ്ട് നിന്റെ കൂടെയെന്നും പറഞ്ഞ് നായകനോടെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവര് തമ്മിൽ പ്രണയത്തിലാവുകയാണ്. പിന്നീട് അങ്ങോട്ട് അവര് തമ്മിലുള്ള ഓരോ നല്ല നല്ല നിമിഷങ്ങളും നമ്മളെ കാണിച്ചു തരുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു ദിവസം നമ്മുടെ നായകൻ നായികനെയും കൊട്ടിക്കേണ്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങുവാണ്. അങ്ങനെ അവരൊരു ഫോറസ്റ്റ് ഏരിയയിലൂടെ അങ്ങനെ നടക്കുന്ന സമയം അവിടെ കുറെ ചെറുപ്പക്കാരെ നിന്ന് മദ്യപിക്കുന്നതും ബിയറിന്റെ ബോട്ടിലെല്ലാം തല്ലി പൊട്ടിച്ചിടുന്നതൊക്കെ നായകൻ കാണുന്നു. അങ്ങനെ നായകൻ അവരുടെ അടുത്ത് ചെന്ന്, അല്ല നിങ്ങൾ എന്തേ കാണിക്കുന്നത്, നിങ്ങൾ ഈ വെള്ളമൊക്കെ അടിച്ച് അതിന്റെ കുപ്പിയെല്ലാം ഇവിടെ പൊട്ടിച്ചിട്ട കാട്ടാനയൊക്കെ പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണിത്, അവറ്റകളുടെ കാലി കുത്തിക്കേറില്ലേ. അങ്ങനെ നായകൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അവറ്റകളുടെ കാലി കുത്തിക്കേറി ഞങ്ങൾക്ക് എന്താ, ഇങ്ങനെയും പറഞ്ഞ് അവര് വീണ്ടും കുപ്പികളെല്ലാം അവിടെ പൊട്ടിച്ചിടാൻ തുടങ്ങുന്നു. അപ്പൊ നായകൻ അവരെ തടയുവാണ്. അപ്പൊ അവരാണെങ്കിൽ നായകനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ അത് വലിയ പ്രശ്നമായി മാറുന്ന സമയം അത് കണ്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ വില്ലൻ SI എത്തുവാണ്. അങ്ങനെ അവിടെ കിടന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഇവരെല്ലാരും വണ്ടി പിടിച്ച് കയറ്റി അയാൾ നേരെ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. ഇവിടെ ന്യായം നായകന്റെ ഭാഗത്തായോണ്ട് നായകൻ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർക്കെതിരെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്ത് നായകനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അന്ന് നായകനെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഇയാൾക്കൊരു പരിചയം തോന്നുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ നായകൻ എവിടെ കണ്ടുള്ള പരിചയമാണെന്ന് അയാൾക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല എന്ന് ഇന്ന് മനസ്സിലായി. അത് ഇയാളുടെ പാസ്റ്റുമായിട്ട് നായകൻ എന്ത് ബന്ധമുണ്ട് അതെന്താണെന്ന് ഇപ്പൊ പറയുന്നില്ല. എന്തായാലും അയാളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നായകൻ ഇപ്പൊ നായകനോടൊപ്പം അവിടുന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ ഇയാൾക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല. നായകനോട് എന്തോ ഒരു വലിയ ദേഷ്യമുണ്ട് അയാൾക്ക്. അങ്ങനെ നായകനെ കൊടുക്കാൻ വേണ്ടി അടുത്ത ദിവസം നായകന്റെ ക്ലിനിക്കിലേക്ക് അയാൾ എത്തുവാണ്. നീ ചെറിയ പിള്ളേർക്കൊക്കെ ഡ്രഗ്സ് കൊടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്ന് SI ഇപ്പൊ നായകനോട് പറയുന്നു. സാർ കിട്ടിയ കംപ്ലൈന്റ് തെറ്റാണ്, ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, സാർ വേണേ ശരിക്കും ഒന്ന് അന്വേഷിച്ച് നോക്ക്, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം പറഞ്ഞ് നായകൻ ആ സാഹചര്യം ഇപ്പൊ നൈസായിട്ടൊന്ന് ഒതുക്കുന്നു. ഇതില്ലാത്തൊരു കേസായതുകൊണ്ട് തന്നെ അയാൾക്ക് നായകനെതിരെ ഒന്നും ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പൊ തിരിച്ചു പോരുവാണ്. ഏതെങ്കിലും ഒരു അവസരം വരട്ടെ, അതുവരെ കാത്തിരിക്കാന്ന് വിചാരിച്ച്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്രോളിംഗിന് ഇറങ്ങിയ പോലീസുകാര് ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിനെ പിടികൂടുന്നു. അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തിച്ച് അവരെ SI ചോദ്യം ചെയ്യുവാണ്. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടേക്ക് വന്നേന്ന് ചോദിക്കുന്ന സമയം അവര് പറയുന്നത് ആ സൈക്കോളജിസ്റ്റ് ചൈൽഡ് ഡോക്ടറിനെ പറ്റിയാണ്. അവരവരുടെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു ഈ കൊട്ടേഷൻ ഗ്യാങ്ങിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ SI അടുത്ത സീനിൽ അവരെ പോയി കാണുന്നു. എന്നിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുവാണ്. അപ്പൊ ആ ഡോക്ടർ പറയാണ്, എന്റെ ഭർത്താവ് എന്നെ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാളോട് ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വേറെ നിവൃത്തിയില്ലാതെ അയാളെ കൊല്ലാൻ വേണ്ടി ഞാൻ ആളെ ഇറക്കിയത്. സർ ദേവി ഇത് ഈ കാര്യം പുറത്തറിയിക്കരുത്. ഇത് കിട്ടാ പോലീസുകാരൻ, ശരി ഞാനിത് പുറത്തറിയിക്കുന്നില്ല, പകരമായിട്ട് നീ എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരേണ്ടി വരുമെന്നും പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് അയാൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും അയാളുടെ ഡ്രസ്സെല്ലാം കഴുകിയിടുകയൊക്കെ ചെയ്യുന്നു. അതായത് ഡോക്ടറെ കൊണ്ട് അയാളുടെ വീട്ടുവേലെല്ലാം ചെയ്യിപ്പിക്കുവാണ്. അങ്ങനെ കുറെ ദിവസം അയാൾ പറഞ്ഞ പോലെ വീട്ടിലെ ജോലികളെല്ലാം ആ ഡോക്ടർ ചെയ്തു കൊടുക്കുവാണ്. ഒരു ഘട്ടത്തിൽ മടുത്തിട്ട് അവർ ചോദിക്കുവാണ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ, ഞാൻ പൊക്കോട്ടെ എന്ന്. ഇത് കേൾക്കുന്ന SI പറയാണ്, എന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ആൾക്കാരായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അവർ നിങ്ങളുടെ ശരീരം ചോദിച്ചേനെ, അല്ലെങ്കിൽ കുറെ പണം ചോദിച്ചേനെ. ഇതിപ്പോ ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചില്ലല്ലോ, നിങ്ങളെ കൊണ്ട് എന്റെ വീട്ടിലെ ജോലികൾ മാത്രമല്ലേ ചെയ്യിപ്പിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ മതിയെന്ന് പറയുന്നിടത്തോളം കാലം നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യണം. ഇത് കേൾക്കുന്ന ഡോക്ടർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരതിന് ഓക്കെ പറഞ്ഞ് വീണ്ടും ആ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം നമ്മുടെ നായകനും നായികയും കൂടി റോഡിലൂടെ നല്ല ജോലിയായി സംസാരിച്ച് നടന്നു പോകുന്നത് ഈ പോലീസുകാരൻ കാണുവാണ്. നായകന്റെ ഈ ഹാപ്പിനെസ് ഒന്നും അയാൾക്ക് അത്ര പിടിക്കുന്നില്ല. അങ്ങനെ
അങ്ങനെ ഒരു ദിവസം നായകന്റെ ക്ലിനിക്കില് നായികയുള്ള സമയത്ത് അവിടേക്ക് ആ എസ് ഐ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡിനെ പറഞ്ഞു വിടുവാണ്. അവിടെ എത്തി നായകനുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ അവിടെയുള്ള നായകനോട് സംസാരിക്കണം, അങ്ങനെ അവരെ തമ്മിൽ തെറ്റിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എസ് ഐ ഇപ്പൊ ആ ലേഡിനെ അവിടേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ലേഡി അവിടേക്ക് എത്തിയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം നായകൻ അവളെ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിപ്പിക്കുന്നു. ആ എസ് ഐ ആണ് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറഞ്ഞ തന്നെ പറഞ്ഞു വിട്ടേന്ന് ആ പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡി പറയുമ്പോൾ അയാൾ എന്തിനു വേണ്ടിയാണ് എന്നോട് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്? അന്ന് തന്നെ എന്നെ കൊടുക്കാൻ വേണ്ടി ഒരു കള്ളക്കേസുമായിട്ട് അയാൾ വന്നു. ഇന്നതായി ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം നടന്നു. അയാൾക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ നായകനോട് പറയുന്നു. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനില് വില്ലനായ എസ് ഐ ആ സൈക്കോളജിസ്റ്റിനോട്, അതായത് ആ ഡോക്ടറോട് അയാളുടെ പാസ്റ്റ് എല്ലാം പറയാൻ തുടങ്ങുവാണ്. അയാളുടെ കുട്ടിക്കാലത്ത് തന്നെ അയാളുടെ അച്ഛനും അമ്മയും മരിച്ചിരുന്നു. അതെങ്ങനെയാ മരിച്ചെന്ന് അറിയാവോ? ഇയാളെ കുട്ടിയായിരുന്നപ്പോ തന്നെ, അതായത് ആ സമയത്ത് അയാളുടെ അമ്മേനെ അയാളുടെ അച്ഛൻ ഒരുപാട് ടോർച്ചർ ചെയ്യുമായിരുന്നു. അങ്ങനെ ടോർച്ചറിംഗെല്ലാം സഹിക്കാനാവാതെ ഒരു ഘട്ടത്തിൽ അവന്റെ അമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. അങ്ങനെ തീയിൽ കത്തി അമരുന്ന സമയം ഇതിനെല്ലാത്തിനും കാരണക്കാരനായ അവരുടെ ഭർത്താവിന്റെ ശരീരത്തേക്ക് അവർ ഓടിപ്പോയി കയറുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ തീയിൽ കത്തി അമർന്നു. അങ്ങനെ കുട്ടിക്കാലത്ത് നടന്ന ആ ഒരു കാര്യത്തോടെ വില്ലൻ അനാഥനായി. കുട്ടിക്കാലത്ത് തന്നെ അയാളുടെ കൺമുമ്പിൽ നടന്ന ആ ഒരു സംഭവം ജീവിതകാലം മുഴുവൻ അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. പലപ്പോഴും അയാൾ ഡിപ്രഷൻ അടിച്ചിരിക്കാൻ കാരണം തന്നെ ഇതാണ്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അയാളുടെ ഡോക്ടറോട് പറയാണ്, എന്തായാലും ഒരു കാര്യത്തില് എനിക്ക് നിങ്ങളോട് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു. എന്റെ അമ്മയ്ക്കുണ്ടായ സെയിം സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കും ഉണ്ടായത്. എന്റെ അച്ഛൻ എങ്ങനെയാണ് എന്റെ അമ്മേനെ ടോർച്ചർ ചെയ്തത് അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ എന്റെ അമ്മ എടുത്തോളൊരു തീരുമാനം നിങ്ങൾ എടുത്തില്ലല്ലോ, അതായത് സ്വയം മരിക്കാന്ന് നിങ്ങൾ തീരുമാനം എടുത്തില്ലല്ലോ. ഇതിന് കാരണക്കാരനായ നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലാന്നല്ല നിങ്ങൾ തീരുമാനം എടുത്തത്. എന്റെ അമ്മ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് എന്റെ കൂടെ എന്റെ അമ്മ ഉണ്ടായിരുന്നേനെ. ശരി, അതൊക്കെ വിട്. ഇനി നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങളൊരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണം. ഇങ്ങനെയും പറഞ്ഞ് അപ്പൊ ആ എസ് ഐ അവിടുന്ന് ഡോക്ടറെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അടുത്ത ദിവസം നായകന്റെ കാമുകയായ നായികന്റെ അടുത്തേക്ക് ആ എസ് ഐ എത്തുവാണ്. എന്നിട്ട് ആ എസ് ഐ നായകനോട് പറയുകയാണ്, നിന്റെ കാമുകനെ പറ്റി നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നിന്നോട് ഇതുവരെ അവൻ പറയാത്ത കുറെ കാര്യങ്ങൾ. എസ് ഐ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഇവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇയാൾ വീണ്ടും ഇറങ്ങിയിരിക്കുന്നതെന്ന് വിചാരിച്ച് നായിക അയാളോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ അയാൾ പറയാണ്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോന്ന് നീ അത് നിന്റെ കാമുകനോട് പോയി ചോദിച്ചു നോക്കാൻ. ഇത് കേട്ട സമയത്ത് നായികയ്ക്ക് എന്തോ ഫീൽ ചെയ്യുന്നു. അങ്ങനെ അടുത്ത സീനിൽ നായകൻ നേരെ നായകന്റെ അടുത്തേക്ക് എന്നിട്ട്, ഞാൻ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിന്നോട് ഷെയർ ചെയ്തില്ലേ, ഇനി നീ നിന്നെ പറ്റി എന്തെങ്കിലും പറയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് തുറന്നു പറയാൻ പറയുന്നു. ഈ സമയം നായകൻ പറയാതെ വെച്ചിരുന്ന കുറെ കാര്യങ്ങൾ അവളോട് നായകൻ തുറന്നു പറയാൻ തുടങ്ങുന്നു. നായകന്റെ ചെറുപ്പത്തിൽ തന്നെ അവന്റെ അച്ഛനും അമ്മയും മരിച്ചായിരുന്നു. അതിനുശേഷം അവനെ നോക്കി വളർത്തിയതല്ല അവന്റെ മുത്തശ്ശനായിരുന്നു. അവന്റെ മുത്തശ്ശനിലൂടെയാണ് അവൻ ഈ സിദ്ധവൈദ്യ എല്ലാം പഠിച്ചത്. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ അവന്റെ പ്രൊഫസറുടെ മകളുമായിട്ട് പ്രണയത്തിലാവുകയാണ്. ആ പെണ്ണിന്റെ പേര് ചന്ദ്ര എന്നായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവന്റെ ലൈഫ് അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം അവന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ആരൊക്കെയോ കൂടി എന്തിന്റെയൊക്കെയോ പേരില് വഴിയിലിട്ട് വെട്ടിക്കൊല്ലുന്നു. ഇതുകൊണ്ട് തടയാൻ വേണ്ടി അവിടെ കോടിയെത്ത് നായകനെ ദ്രോഹിക്കാൻ വേണ്ടി വരുന്ന സമയം സ്വയരക്ഷയ്ക്ക് വേണ്ടി നായകൻ അതിൽ ഒരാളെ വെട്ടേണ്ടി വരുന്നു. അങ്ങനെ നായകൻ ചെയ്ത ആ ഒരു കാര്യത്തിന്റെ പേരില് നായകനെ പോലീസ് ജയിലിൽ അടയ്ക്കുവാണ്. അങ്ങനെ കുറെ കൊല്ലം നായകൻ ജയിലിൽ കിടക്കുന്നു. ആ കാലയളവിനുള്ളില് നായകൻ പ്രണയിച്ചുകൊണ്ടിരുന്ന ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണില്ലേ, അവളെ അവളുടെ വീട്ടുകാര് മറ്റേതോ വ്യക്തിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ജയിലിൽ കിടക്കുന്ന നായകൻ അറിഞ്ഞ് അവൻ അകത്തകർന്നു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ആ ജയിലിലുണ്ടായിരുന്ന മറ്റൊരു തടവുപുള്ളിയായിട്ട് നായകൻ ചെറിയ കശപിശയാവുന്നു. അങ്ങനെ ഇതൊരു ഫൈറ്റ് ആവുന്ന സമയം പോലീസിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി വരുവാണ്. ആ സമയം ദേഷ്യം കൊണ്ട് നമ്മുടെ നായകൻ അതിലൊരു പോലീസുകാരനെ അറിയാതെ തല്ലിപ്പോകുന്നു. ഈ ഒരു കാരണം കൊണ്ട് പോലീസുകാരെല്ലാം നായകനെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് മർദ്ദിക്കുവാണ്. ഇനി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവരാ സമയത്ത് നായകന്റെ കാല് തല്ലി ഓടിച്ചു. അങ്ങനെയാണ് നായകൻ ആ മുടന്ത് വന്നത്. അങ്ങനെയാണ് നമ്മുടെ നായകൻ ലൈഫ് മുഴുവൻ മാറി മറിഞ്ഞത്. അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മുടെ നായകനോട് പറഞ്ഞു തരുമ്പോ, ശരി ഇപ്പൊ ചന്ദ്ര എവിടെ ഉള്ളതെന്നുള്ള കാര്യം നിനക്കറിയാവോ എന്ന് നായകൻ അവനോട് ചോദിക്കുവാണ്. അപ്പൊ നായകൻ പറയുന്നു, എനിക്കറിയത്തില്ല എന്ന്. അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നായകൻ പറഞ്ഞു തരുമ്പോ ഇതെല്ലാം കേട്ട നായിക അവനെ കെട്ടിപ്പിടിക്കുന്നു. വില്ലൻ വിചാരിച്ചത് നായകന്റെ പാസ്റ്റ് എല്ലാം നായിക അറിയുന്നതോടെ നായിക അവനെ വിട്ടുപോകുന്നതാണ്. എന്നാൽ ഒരിക്കലും നായിക അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം ഇപ്പൊ അവൾ അവനെ ഹഗ് ചെയ്തപ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നായകൻ മറ്റൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് ആ പോലീസുകാരൻ തന്റെ ജീവൻ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം അയാളോട് തന്നെ ചോദിക്കണമെന്ന്. അങ്ങനെ അടുത്ത സീനിൽ അത് ചോദിക്കാൻ വേണ്ടി നായകൻ നേരെ അയാളുടെ വീട്ടിലേക്ക് എത്തുന്നു. ഈ സമയം അയാളുടെ വീട്ടിലിരിക്കുന്നൊരു ഫോട്ടോ കണ്ട് നായകനാകെ ഷോക്ക് ആവുകയാണ്. ആ ഫോട്ടോ ഈ പോലീസുകാരന്റെ കല്യാണ ഫോട്ടോ ആയിരുന്നു. അയാൾ കല്യാണം കഴിച്ചിരുന്നത് മറ്റാരെയല്ലായിരുന്നു, നായകൻ പ്രണയിച്ചുകൊണ്ടിരുന്ന ചന്ദ്ര എന്ന് പറയുന്ന ആ പെൺകുട്ടിനെയായിരുന്നു. നായകൻ ജയിലായ സമയത്ത് ചന്ദ്രനെ ഉള്ള വീട്ടുകാര് മറ്റൊരു വ്യക്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അത് ഈ പോലീസുകാരനെ കൊണ്ടായിരുന്നു. നായകനെ ഒരുപാട് പ്രണയിച്ചിരുന്ന ചന്ദ്ര മനസ്സിലാ മനസ്സോടെയായിരുന്നു വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഈ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഈ പോലീസുകാരൻ അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അയാളുടെ അച്ഛൻ എങ്ങനെയാണോ അമ്മേനെ ടോർച്ചർ ചെയ്തത് അതേപോലെ ചന്ദ്രനെ അയാൾക്ക് ഒരുപാട് ഡൗട്ട് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ചന്ദ്രന്റെ ഡയറിയിൽ നിന്ന് അവൾ പ്രണയിച്ചുകൊണ്ടിരുന്ന നായകന്റെ ഒരു ഫോട്ടോ കിട്ടുവാണ് അയാൾക്ക്. അങ്ങനെ ഇത് ഏതവനടിയും ചോദിച്ചുകൊണ്ട് അയാൾ അവളോട് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രണയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണെന്ന് ചന്ദ്ര സമയം തുറന്നു പറയുന്നുണ്ട്. ഇപ്പൊ അവൻ ജയിലിലാണ്, കല്യാണത്തിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല എന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അയാൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും അവനുമായിട്ട് നിനക്കെന്തോ ബന്ധമുണ്ടെന്നും പറഞ്ഞ് അയാൾ വീണ്ടും അവളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ ചന്ദ്രയാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് ഇറങ്ങി പോകാൻ ശ്രമിക്കുവാണ്. അപ്പൊ അയാളാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ നാട്ടുകാർ ഞാൻ കൊള്ളില്ലാത്തവനാണെന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല, അതുകൊണ്ട് എന്തൊക്കെ സഹിച്ചിട്ടാണെങ്കിലും നീ ഇവിടെ തന്നെ നിൽക്കണമെന്ന് അയാൾ വാശി പിടിക്കുന്നു. ഈ സമയം വേറെ നിവൃത്തിയില്ലാതെ, നീ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നീ ഒരു കൊള്ളില്ലാത്തവനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയാളെ മോശമായിട്ട് സംസാരിച്ച് തന്റെ കൂടെ ജീവിക്കാൻ ഇനി എന്നെ കിട്ടില്ല എന്നും പറഞ്ഞ് അയാളുടെ കൺമുമ്പിൽ വെച്ച് ചന്ദ്ര സൂസൈഡ് ചെയ്യുന്നു. അതല്ല അയാൾ കാണുന്നുണ്ടായിരുന്നെങ്കിലും അവളെ ഒന്ന് തടയാനോ അവളെ രക്ഷപ്പെടുത്താനോ അയാൾ ശ്രമിച്ചില്ല. അങ്ങനെ ഈ കേസായിരുന്നു ഈ എസ് ഐന്റെ സീനിയർ ഓഫീസർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇയാൾക്ക് പങ്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഇയാൾ ആ കേസ്
കേസ് ഒതുക്കിയായിരുന്നു. അത് കണ്ടുപിടിച്ചോണ്ടാണ് അതിന്റെ പേരിൽ തന്നെ കൊടുക്കുമെന്നും പറഞ്ഞ് സീനിയർ ഓഫീസർ അയാളെ വരട്ടിയത്. ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി സീനിയർ ഓഫീസർ അയാളെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഈ ഫോട്ടോയെല്ലാം കണ്ട് നായകനൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന സമയം അവിടേക്ക് ആ പോലീസ് തന്നെ എത്തുന്നു. അന്ന് ചന്ദ്രന്റെ ഡയറിയിൽ നിന്ന് ഇവന്റെ ഫോട്ടോ കിട്ടിയായിരുന്നല്ലോ ഇയാൾക്ക്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് അവനെ ആ ഡോക്ടറിന്റെ അടുത്ത് വെച്ച് കണ്ടപ്പോൾ തന്നെ ഇവനെ എവിടെയോ പരിചയമുണ്ടല്ലോ എന്നുള്ള കാര്യം അയാൾ ഓർത്തത്. പിന്നെ രണ്ടാമത് കണ്ടപ്പോൾ ഇയാൾക്ക് കറക്റ്റ് ആയിട്ട് ഇവനെ കണക്ട് ആയി. അങ്ങനെ തന്റെ ഭാര്യയായിട്ട് ബന്ധമുണ്ടായിരുന്ന ഇവനെ മാക്സിമം ദ്രോഹിക്കണം എന്ന് വിചാരിച്ചാണ് അയാൾ ഇത്രയും കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത്. ഇപ്പൊ എന്തായാലും നായകനോടേക്ക് വന്നത് കണ്ടിട്ട് നായകനോട് അയാൾ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. എന്നിട്ട് നായകൻ അവിടെ വെച്ച് തല്ലാൻ തുടങ്ങുവാണ്. അങ്ങനെ താൻ ജീവനെ തുല്യം സ്നേഹിച്ചുകൊണ്ടിരുന്ന ചന്ദ്രയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം നായകൻ അറിയുമ്പോൾ നായകൻ അകത്തകർന്നു പോകുന്നു. അങ്ങനെ ദേഷ്യം കൊണ്ട് നമ്മുടെ നായകൻ അയാളെ തിരിച്ചടിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ തല്ലി നായകൻ അവസാനം അയാളെ അവസാനാക്കുന്നു. അവസാനം സിദ്ധവൈദ്യനായ നമ്മുടെ നായകൻ എന്തോ ഒരു പ്രത്യേക കാര്യം ചെയ്ത് അയാളെ കോമ സ്റ്റേജിലേക്ക് എത്തിക്കുവാണ്. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് ബാക്കി പോലീസുകാരെത്തുന്നു. നായകനെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് നായകനെ അവർ അറസ്റ്റ് ചെയ്യുന്നതാണ് നായകൻ വിചാരിക്കുന്നത്. എന്നാൽ അവരങ്ങനെ ചെയ്യുന്നില്ല. ഇയാളെ കൊണ്ട് ഈ സ്റ്റേഷനിലുള്ള ബാക്കി പോലീസുകാരെല്ലാം ആകെ പൊല്ലാപ്പിലായിരുന്നല്ലോ. ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് തക്കതായ ശിക്ഷയാണെന്ന് അവർക്ക് മനസ്സിലായി. അത് മാത്രമല്ല തെറ്റുകാരനും ഇയാളാണെന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ കേസ് വേണ്ട രീതിയിൽ ഡീൽ ചെയ്ത് നായകന്റെ പേര് അതിൽ ഉൾപ്പെടാതെ അവർ നായകനെ സേവ് ചെയ്യുന്നു. അങ്ങനെ ആ സീനോടെ കിട്ടായി അവിടെ നിന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ നായകനും നായികയും കൂടി ഇങ്ങനെ നടന്ന കാര്യങ്ങളെ പറ്റി എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര ഇല്ലാതാവാൻ കാരണക്കാരനായ അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം നായകന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം നായകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നായിക ചോദിക്കുവാണ്, അയാൾ ആ കോമ സ്റ്റേജിൽ നിന്ന് റിക്കവറായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഈ ചെയ്ത കാര്യത്തിനെല്ലാം അയാൾ നിന്നോട് പ്രതികാരം വീട്ടില്ലേ എന്ന്. ഒരു സിദ്ധവൈദ്യനായ ഞാൻ ആയുഷ്കാലം എഴുന്നേക്കാൻ കഴിയാത്ത രീതിയിലാണ് അവനെ കോമ സ്റ്റേജിലാക്കിയത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ ആവണ്ടാന്ന് നായകൻ ഇപ്പൊ നായകനോട് പറയുന്നു. ഇത് കേട്ട നായകൻ ഒന്ന് സമാധാനിക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര പീസ്ഫുൾ ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്ന സീക്വൻസ് കാണിച്ചുകൊണ്ടാണ് അങ്ങനെ മൂവി എൻഡ് ചെയ്യുന്നത്. അപ്പം മച്ചന്മാരെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? അത്യാവശ്യം നല്ലൊരു മൂവി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.